ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നാളെ ഫെബ്രുവരി 26 മഹാശിവരാത്രി ദിനമാണ്. ഫെബ്രുവരി 27 അമാവാസിയും. ഫെബ്രുവരി 27 ശേഷം ശിവരാത്രിയും അമാവാസിയും കഴിഞ്ഞാൽ 12 രാശികളിൽപ്പെട്ട ഒരു 5 രാശിയിൽപ്പെടുന്ന 15 നക്ഷത്രക്കാരെ സംബന്ധിച്ച് ജീവിതത്തിൽ നിന്ന് കഷ്ടനഷ്ടങ്ങൾ, ദുഃഖദുരിതങ്ങൾ, എല്ലാവിധത്തിലുള്ള അലച്ചിലുകളും പ്രയാസങ്ങളും ഒക്കെ വിട്ടുമാറി ജീവിതത്തിലൊരു സൗഭാഗ്യം, ഒരു നല്ല കാലത്തിൻ്റെ ആരംഭമാണ്. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പൂർണ്ണമായി മുക്തി ലഭിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. അത്രമേൽ ഈശ്വരാനുഗ്രഹം സർവ്വസൗഭാഗ്യങ്ങളുമാണ്. അതിൽ ആദ്യം നമ്മൾ പറയുന്നത് മകരം രാശിക്കാരെ പറ്റിയാണ്. മകരം രാശിയിൽ വരുന്ന ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ സൗഭാഗ്യ സമയത്തിൻ്റെ കാലത്തിൻ്റെ ആരംഭമാണ് ഈ ഒരു ഫെബ്രുവരി 27 ശേഷം. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ദുഃഖങ്ങളും, ദുരിതങ്ങളും, എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് സമാധാനം, സുഖം, സന്തോഷം നൽകുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു ആത്മവിശ്വാസം, ശുഭാപ്തി വിശ്വാസം ലഭിക്കുന്ന തരത്തിൽ നല്ല മാറ്റങ്ങളാണ് പലർക്കും അനുഭവത്തിൽ വരുന്നത്. ഇത്രയും നാളും നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങളിൽ നിന്നുമുള്ള ഒരു പൂർണ്ണ മോചനമാണ്. സാമ്പത്തികപരമായിട്ട് അനുഭവിച്ചു വന്നിരുന്ന എല്ലാ പ്രയാസങ്ങളും, ദുഃഖങ്ങളും, കഷ്ടതകളുമൊക്കെ വിട്ടുമാറി നിങ്ങൾക്ക് ധനപരമായിട്ടുള്ള നല്ലൊരു ഉയർച്ച, നല്ലൊരു മാറ്റം വന്നു ചേരും. നിങ്ങളുടെ സ്വന്തം കുടുംബ ദാമ്പത്യ ജീവിതത്തിലൊക്കെ അനുഭവിച്ചു വന്നിരുന്ന പല വിഷമങ്ങളും, പ്രയാസങ്ങളും, കഷ്ടതകളും ഒക്കെ വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് തന്നെ സമാധാനം ലഭിക്കുന്ന തരത്തിൽ, കുടുംബത്തിൽ സന്തോഷം, സമാധാനം ലഭിക്കുന്ന തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്ന സമയമാണ്. മംഗളകരമായിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. ജീവിതത്തിൻ്റെ മുന്നേറ്റ കാലഘട്ടത്തിൻ്റെ ആരംഭം തന്നെയാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച്. നിങ്ങളെ സംബന്ധിച്ച് എടുത്തു പറയണമെങ്കിൽ ഇത്രയും നാളും നിങ്ങളെ തഴഞ്ഞ, അല്ലെങ്കിൽ നിങ്ങൾ യാതൊരു കഴിവുമില്ലാത്ത വ്യക്തികളാണെന്ന് പരിഹസിച്ചവരുടെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമയത്തിൻ്റെ ആരംഭമാണ്. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ, നിങ്ങളുടെ കർമ്മത്തിലൊക്കെ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ, ഉയർച്ചകൾ, പുരോഗതികൾ വന്നു ചേരും. മുന്നോട്ടുള്ള നിങ്ങളുടെ സമയം നിങ്ങൾക്ക് വിദേശ ഭാഗ്യം, വിദേശ ജോലി, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് അനുഭവത്തിൽ വരുന്നത്. ഓരോ മകരം രാശിയിൽപ്പെട്ട സ്ത്രീയെയും പുരുഷനെയും സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ എന്തൊക്കെയാണോ അനുഭവിച്ചത് അതിന് നേർ വിപരീതമായിട്ട് ഒരു ഓപ്പോസിറ്റായിട്ടുള്ള നല്ല ഗുണഫലങ്ങൾ, നന്മകളാണ് ലഭിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഈ ഒരു മാറ്റം അനുഭവത്തിൽ വരും. അത് അവരവരുടെ കർമ്മത്തിലാണെങ്കിലും, അവരുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും, ധനപരമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളിലാണെങ്കിലും, അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളുടെ കാര്യങ്ങളിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്കൊരു നല്ല മാറ്റം, നല്ല ഗുണഫലങ്ങളാണ് ലഭിക്കുന്നത്. മകരം രാശിയിൽ ജനിച്ച ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സുവർണ്ണ കാലഘട്ടത്തിൻ്റെ ആരംഭമാണ് മുന്നോട്ട്. എല്ലാ കഷ്ടനഷ്ടങ്ങളും നിങ്ങളെ വിട്ടുമാറി നിങ്ങൾക്കൊരു ജീവിത വിജയം ലഭിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത്, അല്ലെങ്കിൽ സംഭവിച്ചതിനെ ഓർത്ത് നിങ്ങളിനി വിഷമിക്കേണ്ട കാര്യമില്ല. എന്താണോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അതിന് 10 മടങ്ങിരട്ടി നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറ്റമുണ്ടാകും. നിങ്ങൾക്കത് ലഭിക്കുന്ന സമയം, കാലമാണ് മുന്നോട്ടുള്ളത്. അത്രമേൽ ഈശ്വരാനുഗ്രഹമാണ് നിങ്ങളെ തേടി വരുന്നത്. ഇനി മുന്നോട്ടുള്ള സമയം നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് 100-ൽ 100% പൂർണ്ണ വിജയം ലഭിച്ച് നിങ്ങളും മറ്റുള്ളവരുടെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന ഒരു നല്ല കാലത്തിൻ്റെ ആരംഭമാണ്. ഈ സമയത്തെ നിങ്ങൾ മകരം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും പരമാവധി പ്രയോജനപ്പെടുത്തുക. മകരം രാശിയിൽ ജനിച്ച ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോയാൽ അത് വളരെ വളരെ ഉത്തമമായിരിക്കും. നിങ്ങളുടെ സ്വന്തം ജനന ജാതകപ്രകാരം കൂടെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം കൂടെ ചെയ്താൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ, നന്മകൾ മകരം രാശിയിൽപ്പെട്ട ഓരോരുത്തർക്കും വന്നു ചേരുന്നതാണ്. ഈ ഒരു മഹാശിവരാത്രിയും അമാവാസിക്കും ശേഷം മകരം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവൈശ്വര്യങ്ങളും ജീവിതത്തിൽ ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാർക്കാണ്. വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ നന്മകളാണ് നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത്. നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള
ഒരു നല്ല മാറ്റം, ഒരു നല്ല ഗുണഫലമാണ് ലഭിക്കുന്നത്. അത്രമേൽ ഈശ്വരാനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സുഖാനുഭവങ്ങൾ എന്താണെന്നറിയാത്ത ഒരു രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാർ. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ആ ഒരു സുഖം, സന്തോഷം ലഭിക്കുന്ന തരത്തിൽ നല്ല നല്ല അനുഭവങ്ങളാണ് ഇനി മുന്നോട്ട് ലഭിക്കുവാനിരിക്കുന്നത്. ജീവിതത്തിൽ ഇത്രയും നാൾ അനുഭവിച്ചിരുന്ന പലതരത്തിലുള്ള തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിട്ടുമാറും. അതുപോലെ തന്നെ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടുന്നവർക്ക് ആ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറുക. അതുപോലെ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം കൊണ്ട് പൂർവിക വഴി ലഭിക്കേണ്ട ഭൂമിയോ സ്വത്തുക്കളോ മറ്റു കാര്യങ്ങളോ ഒക്കെ കൈകളിലേക്ക് വന്നു ചേരുക. ആരോഗ്യപരമായിട്ട് പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് ആരോഗ്യത്തിലുള്ള ആ ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി പൂർണ്ണ ആരോഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു നല്ല സമയത്തിൻ്റെ, കാലത്തിൻ്റെ ആരംഭമാണ്. ശാരീരികവുമായിട്ടും മാനസികവുമായിട്ടും നിങ്ങൾക്ക് ഒരു സുഖം, സന്തോഷം ലഭിക്കും. നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും, എല്ലാ കഷ്ടതകളും നിങ്ങളെ വിട്ട് പൂർണ്ണമായിട്ട് മാറുന്ന ഒരു സമയമാണ്. സാമ്പത്തികപരമായിട്ട് ഒരു നല്ല കാലമാണ് മുന്നോട്ടുള്ളത്. എത്ര വലിയ സാമ്പത്തിക പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു വൃശ്ചികം രാശിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും അതിനൊക്കെ നിങ്ങൾക്ക് മാറ്റമുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കിന് തന്നെ നല്ല മതിപ്പും വിലയും ലഭിക്കുന്ന അനുഭവം ഉണ്ടാകും. കുടുംബത്തിൽ തന്നെ സന്തോഷം, സമാധാനമൊക്കെ നിങ്ങളെ തേടി വരുന്ന ഒരു സമയമാണ്. പലരെയും സംബന്ധിച്ച് മുന്നോട്ട് കാലാകാലങ്ങളായി മനസ്സിലുണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു സമയമാണ്. അത് ഓരോ വ്യക്തികൾക്കും ആഗ്രഹങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും. വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് മുന്നോട്ട് ഉള്ള സമയം, മുന്നോട്ടുള്ള കാലം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മറികടന്ന് ഒരു ജീവിത വിജയം കൈവരിക്കുവാൻ തക്ക തരത്തിലുള്ള ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആകുലത, വേവലാതികളൊക്കെ നിങ്ങൾക്ക് വിട്ടുമാറി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ സന്താനങ്ങൾക്കൊരു നല്ല ഒരു ഭാവി, നല്ല നിലയിൽ എത്തുന്നത് കാണുവാൻ സാധിക്കുക. സന്താനങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയം. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളാണ് വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ ഒരു സമയം മുതൽ അനുഭവത്തിൽ വരുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വന്തം ജനന ജാതകം കൂടെ ഈ ഒരു സമയം പരിശോധിച്ച് ജാതകപ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് സർവൈശ്വര്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കർക്കിടകം രാശിക്കാരായ പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സമയത്തിൻ്റെ, കാലത്തിൻ്റെ ആരംഭമാണ്. ഈ ഒരു മഹാശിവരാത്രിയും അമാവാസിയും കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നിങ്ങളെ വിട്ടുമാറി നിങ്ങൾക്കൊരു നല്ല മാറ്റം, ഒരു ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയം. കാലാകാലങ്ങളായി നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കത്തക്ക തരത്തിൽ ഒരു ഈശ്വരാനുഗ്രഹം വന്നു ചേരുന്ന ഒരു സമയമാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കർക്കിടകം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും പലതരത്തിലുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരുന്നവരാണ്. അവരെ സംബന്ധിച്ച് അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മാറ്റമുണ്ടാകും. എത്ര വലിയ കടബാധ്യതകളിൽ കൂടെ, സാമ്പത്തിക പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതിലും നിങ്ങൾക്കൊരു നല്ല മാറ്റമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ട് ചില നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ, ഈശ്വരാനുഗ്രഹങ്ങളൊക്കെ കർക്കിടകം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ്. നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ കർമ്മത്തിൽ, നിങ്ങളുടെ ജോലിയിൽ നേരിട്ടിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ വിട്ടുമാറും. ജോലിയില്ലാതിരിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും മുന്നോട്ട് ആഗ്രഹിക്കുന്ന അവരുടെ യോഗ്യതയ്ക്കനുസരിച്ച് നല്ലൊരു ജോലി, തൊഴിൽ ലഭിക്കുന്ന അനുഭവം, അതുപോലെ വിദേശ ജോലി ഭാഗ്യം, വിദേശവാസം ഒക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, ആശുപത്രി വാസങ്ങളിൽ കൂടെ ബുദ്ധിമുട്ടുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചിലവഴിക്കുന്ന കർക്കിടകം രാശിക്കാരുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുന്ന സമയം. അതുപോലെ ഒരുപാട് കാലങ്ങളായി നടത്തിവരുന്ന ചികിത്സകളൊക്കെ പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തുന്ന ഒരു സമയവുമാണ്. സ്വന്തമായൊരു തൊഴിലോ ബിസിനസ്സോ ചെയ്യുന്ന കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചും അതിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന കഷ്ടനഷ്ടങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങൾക്കൊരു മുന്നേറ്റം, ഒരു സാമ്പത്തിക ഉയർച്ച ഒക്കെ ലഭിക്കുന്ന സമയം.
നിങ്ങൾക്ക് മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ദാമ്പത്യപരമായിട്ടുള്ള ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ വിവാഹമോചനത്തിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടുള്ള മാറ്റങ്ങളുണ്ടായി നിങ്ങളുടെ ദാമ്പത്യ കുടുംബജീവിതം നിങ്ങൾക്ക് തന്നെ സംസാരിച്ച് പരിഹരിച്ച് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ സാധിക്കുന്ന തരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ വിവാഹ കാര്യങ്ങളുണ്ടായിരുന്ന കാലതാമസം, പരിശ്രമങ്ങൾ, തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യവും മുന്നോട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയം. അപ്രതീക്ഷിതമായിട്ടുള്ള പല ഭാഗ്യാനുഭവങ്ങളും നന്മകളും വന്നു ചേരും. കർക്കിടകം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് കാലാകാലങ്ങളെ ആഗ്രഹിച്ചിരുന്ന സ്വന്തമായ ഭൂമി, ഗൃഹം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നോട്ടുള്ള സമയത്ത് സാക്ഷാത്കരിക്കപ്പെടുന്ന സമയമാണ്. ആയുസ്സും ആരോഗ്യവും ഒക്കെ ലഭിക്കുന്ന ഒരു നല്ല സമയം. ഇതിനെയൊക്കെ പരമാവധി പ്രയോജനപ്പെടുത്തി കർക്കിടകം രാശിയിൽപ്പെട്ട പുണർദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകർ മുന്നോട്ട് പോവുക. നല്ല സമയമാണ് മുന്നോട്ട് ആരംഭിക്കുവാൻ പോകുന്നത്. ഈ ഒരു സമയം കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ അത് വളരെ വളരെ ഉത്തമമായിരിക്കും. ജാതകപ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും കൂടെ ചെയ്യുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഗുണഫലങ്ങൾ നൽകുന്നതുമായിരിക്കും. ആദിപരാശക്തിയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ കർക്കിടകം രാശിയിൽപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി തുലാം രാശിക്കാരായ ചിത്തിര, ചോതി, വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഈയൊരു മഹാശിവരാത്രിയും അമാവാസിയും കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാവിധത്തിലുള്ള നെഗറ്റീവുകളും വിട്ടുമാറുന്ന ഒരു സമയത്തിൻ്റെ ആരംഭമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം, ഭാഗ്യം, നന്മകൾ എല്ലാം നിങ്ങളിലേക്ക് ധാരാളമായിട്ട് വന്നു ചേരുന്ന സമയം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധത്തിലുള്ള പ്രശ്നങ്ങളും വിട്ടുമാറും. ആദ്യമായിട്ട് എടുത്തു പറയേണ്ടത് രോഗദുരിതങ്ങൾ, കടബാധ്യതകൾ, നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എതിർപ്പുകൾ, ആ ശത്രുതകൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ വിട്ടുമാറി നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും നിങ്ങളുടെ കർമ്മ മേഖലയിലും കുടുംബ ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ വളരെ വലിയ മാറ്റങ്ങൾ, നന്മകൾ ഈ ഒരു സമയം നിങ്ങളിലേക്ക് വന്നു ചേരും. നിങ്ങളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ, നന്മകൾ ഒക്കെയാണ് അനുഭവത്തിൽ ലഭിക്കുക. അത് അവരവരുടെ കർമ്മത്തിൽ ചെയ്യുന്ന ജോലിയിലും ബിസിനസ്സിലുമൊക്കെ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ, നന്മകൾ വന്നു ചേരുന്ന സമയം. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കപ്പെടുന്ന സമയമാണ്. ആഗ്രഹ സാഫല്യം ലഭിക്കുന്ന സമയം. ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് വ്യത്യസ്തപ്പെട്ട ആഗ്രഹങ്ങളായിരിക്കും. ചിലർക്ക് അവരുടെ ആരോഗ്യത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ വിട്ടുമാറുക, മറ്റു ചിലരെ സംബന്ധിച്ച് നല്ലൊരു ജോലി ലഭിക്കുക, അതല്ലെങ്കിൽ സ്വന്തമായൊരു ഭൂമി, ഗൃഹം എന്നുള്ള ആഗ്രഹമായിരിക്കും. മറ്റു ചിലർക്ക് അനുയോജ്യമായിട്ടൊരു മംഗല്യഭാഗ്യം ലഭിക്കുക എന്നുള്ളതായിരിക്കും. അതുപോലെ സാമ്പത്തിക കടബാധ്യതകളിൽ നിന്നുള്ള മുക്തി. ഇങ്ങനെ ഓരോ മനുഷ്യനെയും സംബന്ധിച്ച് ജീവിതത്തിലെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. നിങ്ങൾ തുലാം രാശിക്കാരെ സംബന്ധിച്ച് മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ നന്മകളാണ് എല്ലാവർക്കും അനുഭവത്തിൽ വരുന്നതും. നിങ്ങളുടെ മനസ്സിന് തന്നെ ആശ്വാസം നൽകുന്ന തരത്തിൽ, അല്ലെങ്കിൽ ശുഭാപ്തി വിശ്വാസം നൽകുന്ന തരത്തിലുള്ള നല്ല നല്ല ഗുണാനുഭവങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള കോടതി കേസ് വ്യവഹാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരിക, അല്ലെങ്കിൽ അതൊക്കെ നിങ്ങളെ പൂർണ്ണമായി വിട്ടൊഴിഞ്ഞ് മുന്നോട്ട് മാറുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഈശ്വരാനുഗ്രഹം വളരെ ലഭിക്കും. നിങ്ങൾക്കൊരു സുഖാനുഭവം വന്നു ചേരുന്ന സമയമാണ്. അത് ശരീരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു സുഖം, സമാധാനം, സന്തോഷം വന്നു ചേരുന്ന ഒരു സമയമാണ്. നിങ്ങളെ സംബന്ധിച്ച്, നിങ്ങൾക്ക് തുലാം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിലുണ്ടായിരുന്ന, കുട്ടികളുടെ കാര്യത്തിലുണ്ടായിരുന്ന ആകുലത, വേവലാതിയൊക്കെ വിട്ടുമാറും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കുട്ടികൾക്ക് നല്ല ഉയർ വിദ്യാഭ്യാസം ലഭിക്കുക, നല്ലൊരു ജോലി അവർക്ക് ലഭിക്കുക, അവർക്ക് നല്ലൊരു വിവാഹം നടക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് അനുഭവത്തിൽ വരുന്ന സമയമാണ്. വിവാഹം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് കാത്തിരിക്കുന്നവർക്കും ആ സന്താന ഭാഗ്യമൊക്കെ വന്നു ചേരുന്ന നല്ലൊരു സമയമാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് ഈശ്വരാനുഗ്രഹം, നന്മകൾ, ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും. തുലാം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് ഈ ഒരു സമയം അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് ജാതകവശാൽ നടക്കുന്ന ദശാകാലവും അത് ശുഭഗ്രഹമാണോ പാപഗ്രഹമാണോ എന്ന് നോക്കി ജാതകത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും കൂടെ ചെയ്ത് മുന്നോട്ട് പോയാൽ ഉത്തമമായ മാറ്റങ്ങൾ നിങ്ങൾക്കും ലഭിക്കും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ
തുലാം രാശിയിൽപ്പെട്ട നിങ്ങൾക്ക് ഓരോരുത്തർക്കും സർവ്വ ഐശ്വര്യങ്ങളും മുന്നോട്ട് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഒരു സുവർണ കാലഘട്ടം, ഒരു നല്ല സമയം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള നല്ല ഒരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്. മഹാശിവരാത്രിക്കും അമാവാസിക്കും ശേഷം ഇടവം രാശിക്കാരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങളാണ് ലഭിക്കുവാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കൊക്കെ പൂർത്തീകരണം ലഭിക്കുക, കഷ്ടതകൾ, തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ വിട്ടുമാറുക. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചവരാണ്. ഒരു 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ചിലവ്, കടബാധ്യതകൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ. നിങ്ങൾ എത്ര അധ്വാനിച്ചാലും, അത് സ്വന്തം ഒരു തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും മറ്റ് കർമ്മമേഖലയിലുള്ളവരാണെങ്കിലും കൈകളിലേക്ക് വരുന്ന പണം അനാവശ്യമായിട്ട് ചിലവായി പോകുന്ന അവസ്ഥകൾ, അതിൽ നിന്ന് 1 രൂപ പോലും സമ്പാദിക്കാൻ പറ്റാത്ത, ചെറുതാണെങ്കിലും ഒരു സമ്പാദ്യം പോലും ഇല്ലാത്ത ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നുപോയ വ്യക്തികളാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായിട്ടുള്ള, ധനപരമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിങ്ങളെ വിട്ട് പൂർണ്ണമായിട്ട് മാറും. നിങ്ങൾക്കൊരുപാട് സാമ്പത്തിക നേട്ടങ്ങൾ, ലാഭങ്ങൾ വന്നു ചേരും. കടബാധ്യതകൾ, അതുപോലുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മുക്തി ലഭിക്കുന്ന ഒരു സമയത്തിൻ്റെ ആരംഭവുമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പൂർണ്ണ വിജയം ലഭിക്കും. അതിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വിട്ടുമാറും. ഒരു സർവാഭീഷ്ട ഫലം എന്ന് പറയാം. പലരെയും സംബന്ധിച്ച് ആഗ്രഹിച്ച ഒരു ജോലിക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഒരു സമയവും, അതുപോലെ തന്നെ നിങ്ങളേറെ കാലമായിട്ട് ജീവിതത്തിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും പ്രാബല്യത്തിൽ വരുന്ന സമയവും. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഇടവം രാശിക്കാരെ സംബന്ധിച്ച് പലരും ഒരു ഭൂമി വാങ്ങുന്നതിന് അല്ലെങ്കിൽ ഗൃഹം നിർമ്മിക്കുന്നതിനൊക്കെ ഇറങ്ങിത്തിരിച്ച് അതൊന്നും പൂർത്തീകരിക്കാനാകാതെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയ അവസ്ഥ പല വ്യക്തികൾക്കുമുണ്ട്. അതൊക്കെ പുനരാരംഭിച്ച് ഒരു ഗൃഹനിർമ്മാണമൊക്കെ പൂർത്തിയാക്കുവാനും ഗൃഹപ്രവേശം നടത്തുവാനും വരെയുള്ള ഭാഗ്യം ലഭിക്കും. കുടുംബത്തിൽ വിവാഹം, അതുപോലെ ഗൃഹപ്രവേശം, അതുപോലെ സന്താന ഭാഗ്യം, ഇതുപോലെയുള്ള മംഗളകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ തേടി വരുന്ന ഒരു സമയവുമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരു സമാധാനം, സുഖം, സന്തോഷമൊക്കെ വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. സാമ്പത്തികപരമായിട്ട് ഒരു നല്ല നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ സഹോദരങ്ങൾ, സ്വന്ത ബന്ധങ്ങളുടെ ഇടയിലൊക്കെ നിലനിന്നിരുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ വിട്ടുമാറി നിങ്ങളുടെ വാക്കിന് തന്നെ മറ്റുള്ളവരുടെ ഇടയിൽ ഒരു വില ലഭിക്കുന്ന, മതിപ്പ് ലഭിക്കുന്ന ഒരു സമയമാണ്. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് കാലാകാലങ്ങളായി നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങൾ പോലും നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഇറങ്ങിത്തിരിച്ച് പരാജയപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ സമയത്ത് വീണ്ടും നിങ്ങൾക്കത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന തരത്തിലുള്ള അവസരങ്ങൾ വന്നു ചേരും. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാ തരത്തിലും സമയം വളരെ വളരെ അനുകൂലമാണ്. അത് അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും കർമ്മ മേഖലയിലും ഒക്കെ നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ജീവിത പങ്കാളികളെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള മംഗളകരമായിട്ടുള്ള ഒരു മംഗല്യം, വിവാഹമൊക്കെ നടക്കുന്ന സമയവുമാണ് മുന്നോട്ടുള്ളത്. ഇടവം രാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും ഒക്കെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സുഖം, സമാധാനം, സന്തോഷമൊക്കെ ലഭിക്കും. ഈശ്വരാനുഗ്രഹം വളരെ വളരെ അധികം വന്നു ചേരുന്ന ഒരു സമയവും കൂടെയാണ്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം ഇടവം രാശിയിൽപ്പെട്ട ഓരോ വ്യക്തികളും അവരവരുടെ ആ സ്വന്തം ജനന ജാതകം കൂടെ ഒക്കെ പരിശോധിച്ച് ജാതകപ്രകാരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗ്രഹദോഷങ്ങളുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് മുന്നോട്ട് പോയാൽ വളരെ ഉത്തമമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സമയം വന്നു ചേരും. ഇടവം രാശിക്കാരെ സംബന്ധിച്ച് സമയം, കാലം വളരെ വളരെ അനുകൂലമാണ്. അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകും. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇടവം രാശിക്കാരായ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും മുന്നോട്ട് ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി.